ബാക്ക്. ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ടെൻഷൻ പിടിച്ചൊരു പരിപാടി കഴിഞ്ഞു. ഇപ്പം ജൂൺ 29 നമ്മൾ ചാനൽ തുടങ്ങി. 6-ാം തീയതി കണ്ട് ജൂലൈ 6-ാം തീയതി കണ്ട് നമ്മൾ ആദ്യത്തെ വീഡിയോ അപ്ലോഡിങ് ചെയ്തു. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയാണ് എൻ്റെ മനസ്സിൽ കൂടെ പോയ കാര്യങ്ങൾ, ആദ്യത്തെ വീഡിയോ ഇടുന്നതിന് മുന്നേ ഉള്ള എൻ്റെ തോട്ട് പ്രോസസ്സ്, അതെല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഇനിയുള്ള കുറച്ച് കാലം ഞാൻ ജോലിക്ക് പുറമെ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ, അതായത് ചാനൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഞാൻ അക്വയർ ചെയ്യുന്ന സ്കിൽ സെറ്റ്, അതിനെക്കുറിച്ച് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ കുറച്ച് 1-2 വീഡിയോസ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. കൂടുതൽ ലാഗ് അടിക്കാൻ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഇപ്പം ജൂൺ 29, 2025 അന്നാണ് ഞാൻ ഇപ്പോൾ ഈ ചാനൽ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഒരാഴ്ചത്തെ ഒരു ഗ്യാപ്പ് കണ്ട് ജൂലൈ 6-ാം തീയതി കണ്ടാണ് ഞാൻ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. രണ്ടും ഏകദേശം ഒരാഴ്ചത്തെ ഗ്യാപ്പിലാണ് ഞാൻ തുടങ്ങുന്നത്. അക്കൗണ്ട് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ ചെയ്യുമ്പോൾ എന്തിനെക്കുറിച്ച് ചെയ്യണമെന്ന് മനസ്സിലേക്ക് തോട്ട് വന്നപ്പോഴും വലിയ ഇതില്ല. നമുക്ക് ജസ്റ്റ് ഇതെനിക്ക് വേണ്ടി ഇടുന്നതാണ്. അതായത് എൻ്റെ മനസ്സിന് ഒരു നീ ഒന്ന് തുടങ്ങരുത്, അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് എന്നെ തന്നെ ഇത് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ. പിന്നെ ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ പോലെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് മാത്രമേ അതിനെ ഉദ്ദേശിച്ചുള്ളൂ. അത് വലിയ പ്രശ്നമില്ലാതെ അത് കഴിയുകയും ചെയ്തു. പക്ഷെ ആദ്യത്തെ ആ വീഡിയോ എടുക്കുന്നതിന് മുന്നേ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചാണ്. ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരും കാണാൻ പോകുന്നില്ല. അപ്പോൾ എനിക്കൊരു ബ്രീത്തിങ് സ്പേസ് ഉണ്ട്, സംസാരിച്ച് തുടങ്ങാനും അല്ലെങ്കിൽ കോൺഫിഡൻസോടെ സംസാരിച്ച് പഠിക്കാനും കുറച്ച് വീഡിയോസ് ഉപയോഗിക്കാം, ആരും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്തയാണ് ഞാൻ നിന്നെ. പക്ഷേ അക്കൗണ്ട് തുടങ്ങി അക്കൗണ്ടിൻ്റെ കൂടെ ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് കൂടെ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ പേജ് എൻ്റെ ഫ്രണ്ട് സർക്കിളിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇതുപോലോ ന്യൂ ടു ഇൻസ്റ്റാഗ്രാം പോയി നോട്ടിഫിക്കേഷൻ പോവുകയും അത് കുറേ പേര് ഫോളോ ചെയ്യുകയും ചെയ്തത്. അത് ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് മാത്രമല്ല, ഇത് ഫോളോ ചെയ്ത ആൾക്കാരെ കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അതായത് എൻ്റെ ലൈഫിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാർ, സ്കൂളിൽ പഠിച്ച ആൾക്കാർ, കോളേജിൽ പഠിച്ച ആൾക്കാർ, ഞാൻ കാനഡയിൽ വന്ന് പരിചയപ്പെട്ട ആൾക്കാർ, എൻ്റെ നാട്ടിലുള്ള ആൾക്കാർ, അത് എൻ്റെ ലൈഫിനെ ഒരു 90-95% എല്ലാം കൂടെ കവർ ചെയ്യുന്ന പോലെ ഒരു മിക്സ് ഓഫ് പീപ്പിൾ. അപ്പം ഞാൻ ഇതെല്ലാം ഇത് ഫോളോ ചെയ്യുമ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ഷൂട്ട് പോലും ചെയ്തിട്ടില്ല. തിങ്കൾ ചൊവ്വ ബുധൻ എന്ന് പറഞ്ഞിങ്ങനെ പോകുമ്പോൾ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ 1-2 ദിവസങ്ങളായിട്ട് പല 1-2 പേരൊക്കെ ആയിട്ടാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അപ്പം അപ്പോൾ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഞാൻ അടുത്ത ശനിയാഴ്ച ആകട്ടെ നമുക്ക് എടുക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് ഇല്ലാത്ത പേടി തന്നെ വന്നു. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാനിരിക്കുമ്പോൾ എല്ലാവരും കാണുന്നതിൻ്റെ കൂടെ എനിക്ക് പരിചയ ആൾക്കാരും കാണും എന്നുള്ള ആ തോട്ട് മാറി ആദ്യമേ തന്നെ ഇവരിലേക്കാണ് ഈ വീഡിയോ പോകുന്നതെന്ന് പറഞ്ഞപ്പം ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പരിചയമുള്ള ആൾക്കാരല്ലേ, കൂടുതൽ എന്നെ സംഭവിക്കാന്ന് പറഞ്ഞിട്ട് മനസ്സിനെ ഞാൻ തന്നെ കാം ചെയ്ത് ഇതെനിക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇങ്ങനെയല്ലേ പഠിക്കുന്നത്, എല്ലാവരും ഇങ്ങനെയാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞ് എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത ആദ്യത്തെ ഒരു വീഡിയോ ചെയ്തത്. വലിയ കുഴപ്പമില്ലാതെ അത് കഴിഞ്ഞു. അത് ചെയ്തപ്പോൾ തന്നെ ഇപ്പം ഞാൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിൻ്റെ അതിൽ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ഇതൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം വരിക. പേഴ്സണലി അതൊരു പോസിറ്റീവ് ഇതായിട്ട് ഞാൻ കണ്ടത് ആ ഒരു എക്സ്പീരിയൻസ്. അതായത് ഒരു വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ കുറേ മിസ്റ്റേക്സ് നമ്മൾ വരുത്തി എന്ന് പറഞ്ഞ് അതൊക്കെ ആ മിസ്റ്റേക്സ് എല്ലാം ഉൾപ്പെടുത്തി നമ്മളായിട്ട് അത് അപ്ലോഡ് ചെയ്താൽ പോലും ഇതിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പഠിച്ച ചെറിയ കാര്യങ്ങൾ പിന്നീടുള്ള വീഡിയോയെ കറക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ നമുക്ക് മനസ്സിലായി അതാദ്യം ചെയ്തപ്പോൾ. ഇപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യമായിട്ട് അല്ലെങ്കിൽ ഓഡിയോയുടെ കാര്യമായിട്ട് ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ഓഡിയോ ഇല്ലാഞ്ഞിട്ട് ഞാൻ കേൾക്കുമ്പോൾ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഫോണിലോട്ടൊക്കെ പോകുമ്പോൾ വോളിയം കുറവ് തോന്നുന്നതിന് ഞാനത് ഒന്നുകൂടെ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ചെറിയ കാര്യങ്ങളാണ് അതൊക്കെ. അതുപോലും അത് ഇനിയുള്ള ഇതിലൊക്കെ ഇച്ചിരി ഞാൻ ശ്രദ്ധിക്കുക കാര്യം. അത് പഠിക്കാൻ പറ്റിയത് വലിയൊരു കാര്യമായിട്ട് കരുതുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ
പഠിക്കുക എന്ന് തന്നെയാണ് ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഉദ്ദേശം. ചെറിയ കറക്ഷൻസൊക്കെ വരുത്താനുള്ളത് ഉണ്ടെങ്കിൽ പറയണം. ഇപ്പം നിലവിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് ജസ്റ്റ് എൻ്റെ ഫോൺ ഉപയോഗിച്ച് മാത്രമാണ്. ഒരു ഫോണും ഒരു ചെറിയ ട്രൈപോഡും ഉണ്ട്. അപ്പം അത് മാത്രം യൂസ് ചെയ്താണ് പോകുന്നത്. അപ്പം നമുക്ക് പയ്യെ ഓരോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് സ്പെസിഫിക് വീഡിയോ അല്ലെങ്കിൽ ഓഡിയോയുടെ കാര്യം, വീഡിയോയുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് സ്പെസിഫിക് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ച് ഇനിയുള്ള മുന്നോട്ടുള്ള ഫ്യൂച്ചർ വീഡിയോസ് എല്ലാം പയ്യെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളൊരു ലക്ഷ്യത്തോടെ നമ്മൾ ഇനിയും പോകുന്നത്. അപ്പം ആദ്യത്തെ വീഡിയോ ചെയ്യുമ്പോൾ ചെറിയ പേടി വരുമ്പോൾ പോലും എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത് ബാക്കിയുള്ള ഇതുവരെ ഇതുപോലെ ചെയ്ത ആൾക്കാരാണ്. അവർ എവിടെയെങ്കിലും തുടങ്ങിയിട്ടല്ലേ മുന്നോട്ട് പോയത്. നീ എന്ന് പറഞ്ഞ്, അതായത് സ്പെസിഫിക് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ അല്ല, ഞാൻ കളക്റ്റീവായിട്ട് പല ആൾക്കാരും ഇവിടെ ഇങ്ങനെ തുടങ്ങിയിട്ടല്ലേ ചെയ്യുന്നേ എന്ന് പറഞ്ഞ് സ്വയം മോട്ടിവേറ്റ് ചെയ്താൽ ഞാനത് ചെയ്തത്. അത് വല്ലാണ്ട് എന്നെ ഹെൽപ്പ് ചെയ്തത്. കാരണം അനാവശ്യ അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു പ്രഷറായിരുന്നു അത്. നമ്മൾ എല്ലാവരും കാണുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പരിചയമുള്ള ആൾക്കാർ കാണുന്നു എന്ന എൻ്റെ ആദ്യത്തെ തോട്ട് പോലെ അല്ലാതെ ആദ്യം തന്നെ ഇവർ കാണുന്നു എന്നൊരു ഇത് വന്നപ്പോഴേക്കും ഇച്ചിരി കൂടെ ഏറെ പ്രഷറായിരുന്നു. കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലൊന്നും സംസാരിക്കാൻ പോലും ഇപ്പോഴും എനിക്കൊരിതില്ല. ചെയ്യുന്ന വീഡിയോ ജസ്റ്റ് ഒരു ഫോണിൽ നിന്ന് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫോണും റൂമിലുള്ള ലൈറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പം ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് പ്രത്യേകിച്ച് എനിക്കറിയാവുന്ന ആൾക്കാരിലേക്ക് ഇത് പോകുമ്പോൾ നമ്മൾ സ്ഥിരം ഉള്ളൊരു എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു ഓബ്സ്റ്റക്കിൾ പോലെ നിൽക്കുന്നതായിട്ടാണ്. നാട്ടുകാരെന്ത് കരുതും, അവരെന്ത് വിചാരിക്കും, ആ പ്രശ്നം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇതുപോലുള്ള പല കാര്യങ്ങളും ചെയ്ത ആൾക്കാരെ കുറിച്ച് ഓർത്തപ്പോൾ മുന്നോട്ട് എന്നുള്ളൊരു പുഷ് സ്വയം മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ ചെയ്തത് അത് നല്ലൊരു ഇതായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആദ്യത്തെ വീഡിയോ ചെയ്യുന്ന ഒരു 5 മിനിറ്റ് മുന്നേ വരെയുള്ളൂ ഇത്. അത് കഴിഞ്ഞു. ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ആ ഒരു ചിന്തയോ ഒന്നുമില്ല. ഫസ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ മുന്നേ ഇങ്ങനെ വർത്താനം പറയുമ്പോൾ മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൂ. ഇപ്പം ഈ വീഡിയോയിൽ ആദ്യത്തെ വീഡിയോ എടുത്തതിൻ്റെ 10-1 ടെൻഷനില്ല. വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് ഞാൻ പ്രതീക്ഷിച്ചതിലും ചുമ്മാ ഒരു ക്യാമറ വെച്ച് വർത്താനം പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒരു പരിപാടിയല്ല. ഞാൻ 2 പേര് വെച്ച് അല്ലെങ്കിൽ കോൺവെർസേഷനോ പോലെ ഒരു ഇന്റർവ്യൂ പോലെ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ നാച്ചുറലായിട്ട് വർത്താനം പറയാൻ പറ്റും. പക്ഷെ ഈ ഒരു ക്യാമറ വെച്ച് ചുമ്മാ വർത്താനം പറയുന്ന പരിപാടി ഒട്ടും നാച്ചുറലായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോൾ ഇച്ചിരി ആർട്ടിഫിഷ്യൽ, അതായത് ബിൽഡ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊന്നും ഇപ്പം ഞാനിങ്ങനെ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. ഇപ്പോൾ വീഡിയോ എന്തോരം ലെങ്ത് ആയിട്ടൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതുവരെ കേട്ടോണ്ടതിൽ ഒരുപാട് താങ്ക് യു. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. താങ്ക് യു.